തുടരുന്നുണ്ട്. ഡാനി, പ്രവാസികൾ എന്നത് നമ്മുടെ നാടിൻ്റെ നട്ടെല്ല് കൂടിയാണ്. ആ പ്രവാസികളിൽ 24 പേർ ഒരു ദുരന്തത്തിൽ ഒരുമിച്ച് വിട പറയുന്ന സാഹചര്യം. അവർക്ക് സംസ്ഥാനം ഔദ്യോഗിക ബഹുമതികളോടെയാണ് യാത്രയയപ്പ് നൽകുന്നത്. ഗാർഡ് ഓഫ് ഓണർ നൽകി പോലീസ് അവരെ അന്ത്യാഞ്ജലികൾ അർപ്പിച്ച സാഹചര്യം. ഇപ്പോൾ മൃതദേഹങ്ങൾ എവിടേക്കൊക്കെയാണ് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുള്ളത്? ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ പോലീസ് അകമ്പടിയോടെയാണല്ലോ യാത്ര തിരിച്ചത്. അഭിലാഷ്, സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരുടെ മൃതദേഹങ്ങളുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് 6 പേരും, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ, കൊല്ലം, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ നിന്നായിട്ടാണ് 23 പേരുള്ളത്. അവരുടെ മൃതദേഹങ്ങൾ കൈമാറിയ ശേഷം വളരെ പെട്ടെന്ന് അവരെ വീടുകളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഇനിയുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. എങ്കിൽ വീടുകളിലേക്ക് എത്തിക്കുന്നത് മുറയ്ക്ക് മാത്രമേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യാനുള്ള ഒരു നിർദ്ദേശമുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടും ആർക്കും വരാതെ നമ്മളത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണമെന്ന്. അത് ഞങ്ങൾ എല്ലാവരും അതേപോലെ തന്നെ ഭംഗിയായിട്ട് ചെയ്തു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിഷമത്തിൽ, ഈ ജീവൻ നഷ്ടമായ കുടുംബത്തിൻ്റെ വിഷമത്തിൽ ഞങ്ങൾ പങ്കുചേർന്നുകൊണ്ട് തന്നെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സഹായം ഒരു ജോലി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചെയ്ത് ആ കുടുംബത്തെ ഇല്ല, ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നതും ഇതേമാതിരി തന്നെ ഒരു ഡെഡ് ബോഡിയൊക്കെ വന്നത്. ഞങ്ങൾ പല ഘട്ടത്തിലും ഇവിടെ നിന്ന് മരിച്ചിട്ട് തമിഴ്നാട്ടിലേക്കും മറ്റ് ബീഹാർ അങ്ങനെ സ്ഥലത്തേക്കൊക്കെ ഞങ്ങൾ ഡെഡ് ബോഡി കയറ്റി വിടാറുണ്ട്. അത് 1-2 ഉണ്ടാവുള്ളൂ. ഇത്ര അധികം വന്നത് ആദ്യമായിട്ടാണ്. അത് കയറ്റി വിട്ടപ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു ടെൻഷൻ വന്നു. അത് ഞങ്ങൾ ദുഃഖം രേഖപ്പെടുത്തുന്നു. തീർച്ചയായും ഈ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് അയക്കാൻ അടക്കം അതിൻ്റെ ഭാഗമായവർ ഒക്കെയാണ് പ്രതികരിച്ചത്. അവർക്ക് മരിച്ചവർ ആര് എന്നറിയില്ല, അവരുടെ പശ്ചാത്തലം എന്ത് എന്നറിയില്ല. പക്ഷേ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാൾ യാത്ര പറയുമ്പോൾ നൽകുന്ന വിടവാങ്ങൽ എങ്ങനെയാണോ അതുപോലെ തന്നെ അവർ ആ യാത്രയയപ്പ് നൽകി എന്ന് വേണം അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. ഡാനി, നമ്മൾ നവമിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം അതായിരുന്നു. ഈ കേരളക്കര ഒട്ടാകെ ഈ തീപിടുത്തമുണ്ടായി എന്നറിയുന്ന നിമിഷം, കുവൈറ്റിൽ ലേബർ ക്യാമ്പിൽ തീപിടുത്തമുണ്ടായി എന്നറിയുന്ന നിമിഷം ആരംഭിക്കുന്നതാണ് കേരളത്തിൻ്റെ ആശങ്ക. അവിടെ ഒരു മലയാളിയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത നമ്മളെപ്പോഴും കാണുന്നതാണ്, പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത്. അതൊന്നല്ല, 5 10 15 അങ്ങനെ ആ സംഖ്യ ഉയരുമ്പോഴെല്ലാം മലയാളികൾ ഒന്നടങ്കമാണ് ഈ സങ്കടത്തിൻ്റെ ഭാഗമാകുന്നത്. കുവൈറ്റിൽ മരണമടഞ്ഞവർക്ക് കേരളം അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ 10:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ചേതനയറ്റ അവരുടെ ശരീരം എത്തിച്ചത്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു മൃതദേഹം എത്തിച്ചത്. നേരത്തെ ഡൽഹിയിലേക്ക് വിമാനം പുറപ്പെടാൻ ആയിരുന്നു തീരുമാനിച്ചിരുന്നത് എങ്കിലും ഏറ്റവും കൂടുതൽ പേർ നഷ്ടപ്പെട്ടത് കേരളത്തിനാണ് എന്ന കാര്യം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിക്കുകയും അങ്ങനെ വിമാനം നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുകയുമായിരുന്നു. വിമാനം എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉൾപ്പെടെ ഉള്ളവർ നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്നു. മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. ബന്ധുക്കളും ഉറ്റവരും ഉടയവരും എല്ലാം നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്നു. അങ്ങനെ വലിയൊരു സങ്കടക്കടലിലേക്കാണ് ആ പ്രവാസികൾ ചേതനയറ്റ ശരീരവുമായി എത്തിയത്. അവരുടെ പ്രവാസ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിച്ചുകൊണ്ട് എത്തിയത്. ഡാനി, അല്പസമയം മുമ്പ് നവമിയോട് പ്രതികരിച്ച ജീവനക്കാർ അവർ എത്രത്തോളം ഭംഗിയായി യാത്രയയപ്പ് നൽകാമോ അതിന് ഞങ്ങൾ ശ്രമിച്ചു, അങ്ങനെ നൽകി എന്നാണ് കരുതുന്നത് എന്നാണ് പ്രതികരിച്ചത്. ഈ അപകടമുണ്ടായ സമയം മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഉന്നതതല യോഗം ചേരുന്നു. തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ വിദേശകാര്യ സഹമന്ത്രിയെ കുവൈറ്റിലേക്ക് അയക്കുന്നു. അവിടെ നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി. കൂടുതൽ കാത്തിരിപ്പ് ഉണ്ടാകരുത്, ഈ ബന്ധുക്കളുടെ, ഉറ്റവരുടെ, ഉടയവരുടെ ഒന്നും കാത്തിരിപ്പ് നീളാൻ പാടില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് മൃതദേഹം എത്തിച്ചു. അങ്ങനെ നെടുമ്പാശ്ശേരിയിൽ നിന്നിപ്പോൾ മൃതദേഹങ്ങൾ അവരവരുടെ വസതിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണല്ലോ.
ഹലോ. നെടുമ്പാശ്ശേരിയിലാണ് ഞങ്ങളുടെ പ്രതിനിധികൾ ഇപ്പോഴും തുടരുന്നത്. ഡാനി പോളും നവമിയുമാണ് അവിടെ തുടരുന്നത്. വീണ്ടും ഡാനിയിലേക്ക് പോകുമ്പോൾ, ഡാനി, അല്പസമയം മുമ്പ് വരെ ഏറെ വൈകാരികമായിരുന്നു നെടുമ്പാശ്ശേരി. ഈ പ്രവാസികളെ സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരിയിൽ വലിയ ക്രമീകരണങ്ങളടക്കം നടത്തിയിരുന്നു. അതിനുശേഷം സംസ്ഥാനം ഔദ്യോഗിക ബഹുമതിയും നൽകിയാണ് അവരെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്രയാക്കിയത്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ, ഇനിയിപ്പോൾ മൃതദേഹങ്ങൾ ഇവരുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ്, വളരെ പെട്ടെന്ന് വീടുകളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഇനിയുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഇപ്പോൾ തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ബാക്കിയുള്ളത്. ഈ ഭാഗത്ത് തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങളുമായുള്ള ആംബുലൻസുകൾ, അത് 7 ആംബുലൻസുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് ഇതിനുശേഷം അവർക്ക് ഒരു പൈലറ്റ് വാഹനവും അവർക്ക് സജ്ജമാക്കിയിട്ടുണ്ട്. ഈ പൈലറ്റ് വാഹനം അവർക്ക് അകമ്പടി നൽകുമ്പോൾ വാഹനങ്ങൾ പുറപ്പെട്ട് തുടങ്ങുന്ന ഒരു സമയത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. വാഹനങ്ങൾ ഒന്നായിട്ട് പുറപ്പെടുകയാണ്. അതോടുകൂടി ഇവിടെ എത്തിച്ച മുഴുവൻ പേരുടെയും മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കൊണ്ടുപോയി എന്നതിനേക്കാൾ അപ്പുറം അത് അവരുടെ ബന്ധുക്കൾ അത് ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നതാണ്. തമിഴ്നാട് സ്വദേശികളുടെ അവരെ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടേക്ക് സംഘം എത്തുകയും ഒപ്പം അതിന്റെ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തത്. അവർ ഇവിടെ പോലീസിന്റെ ഒരു അനുമതിയും കാര്യങ്ങൾക്കും വേണ്ടി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായിരിക്കുന്നു. കോൺവോയ് വാഹനങ്ങളും അവർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു എന്നതാണ്. 7 ആംബുലൻസുകൾ ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യും. വൈകാതെ ജില്ലാ അതിർത്തി വരെ എന്നതാണ് നേരത്തെ ജില്ലാ കളക്ടർ സംസ്ഥാന അതിർത്തി വരെ എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് സംസ്ഥാന അതിർത്തിക്ക് ശേഷം തമിഴ്നാട് സർക്കാരിന്റെ പോലീസ് വാഹനമായിരിക്കും ഇവർക്ക് പൈലറ്റ് നൽകുക. ഇത്ര ദൂരം സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽപ്പെടുന്ന ആ ഒരു പ്രദേശം അത്രയും വളരെ പെട്ടെന്ന് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. യാതൊരു കാരണവശാലും ഒരു ഗതാഗത കുരുക്കിലോ ഒന്നിലുമോ അവർ ചെന്ന് പെടരുത്. വളരെ പെട്ടെന്ന് ഉറ്റവരുടെ കാത്തിരിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുക എന്നത് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ 23 മലയാളികളുടെ മൃതദേഹങ്ങളടക്കം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയം മുമ്പ് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ആ സമയത്ത് ഇവിടെ വലിയ തിരക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ പോലും അതിനെ ഒന്നും ബാധിക്കാത്ത രീതിയിലേക്ക് ഇത്തരം ഈ മൃതദേഹങ്ങൾ കൈമാറുക, വളരെ പെട്ടെന്ന് അത് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നതൊന്നും ഒരു കാരണവശാലും തടസ്സപ്പെടരുത്, കാലതാമസം ഉണ്ടാകരുത് എന്ന കർശനമായ ഒരു നിർദ്ദേശവും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. മനസ്സിലാക്കുന്നതനുസരിച്ച് മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ശരി ഡാനി, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, നമ്മൾ കാത്തിരുന്നത് പോലെ തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെ ഒരുപാട് കുടുംബങ്ങൾ ഇവരെ കാത്തിരിക്കുകയാണ്. അവിടേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആംബുലൻസിൽ വാഹനങ്ങൾ പുറപ്പെടുന്നു. നമ്മുടെ സംസ്ഥാന അതിർത്തി പിന്നിടുന്നതുവരെ നമ്മുടെ പോലീസ് സംവിധാനം ഇവർക്ക് കാവലായി പിന്തുടരും എന്നുകൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് സംസ്ഥാനത്ത് നിന്നുള്ള പ്രവാസികളുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകളും പുറപ്പെടുകയാണ്.